തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിഭാവനം ചെയ്യുന്ന കൂടിയുണ്ട് കരുത്തേകാൻ പദ്ധതി വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസവും മാനസിക പിന്തുണയും നൽകി വിജയകരമായി സമാപിച്ചു. ശില്പശാലയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഒ ഷൌക്കത്തലി നിർവഹിച്ചു. പരിപാടിയിൽ പഠനപരവും വ്യക്തിപരവുമായ വെല്ലുവിളികളെ നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള വിവിധ ക്ലാസുകളും ശില്പശാലകളും നടന്നു. പ്രമുഖ കൗൺസിലർമാർ നയിച്ച അവബോധ ക്ലാസുകളും സംവാദങ്ങളും വിദ്യാർത്ഥികളിൽ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ഉതകുന്ന മികച്ച പരിപാടിയായെന്ന് അധ്യാപകർ വിലയിരുത്തി. സൗഹൃദ ക്ലബ്ബ് കൺവീനർ എം സൗദ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ടി സാലിം, കെ സാബിറ, മുനീർ താനാളൂർ, പി ഫൈസൽ അലി ആശംസകൾ നേർന്നു. വിവിധ സെഷനുകളിലായി പ്രോഗ്രാം ഓഫീസർ ഇസ്മായിൽ, അബ്ദു നാസർ, ജാഫർ, ഹുസൈൻ ക്ലാസ്സെടുത്തു. വിദ്യാലയത്തിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ കുട്ടികൾ പങ്കെടുത്തു. ഇതുപോലെ ആ പാലത്തിന്റെ ഉദാഹരണത്തില് ആ പാലം നിർമ്മിക്കപ്പെട്ടുള്ളത് മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരുപാട് ബ്രിക്സ് കൊണ്ടാണ്, കല്ലുകൊണ്ടാണ്, എന്നുള്ള പലകകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹമാണ്. ഞാൻ ഒരു ചെറിയ അനുഭവം, നമ്മുടെ നാസർ സാർ NSSന്റെ പ്രോഗ്രാം ഓഫീസർ ആയ സമയത്ത് തവനൂര് ഞങ്ങള് സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ ഈ ഒരിക്കലും അത് ചെയ്യില്ല, അല്ലെങ്കിൽ പോകില്ല 100% ഉറപ്പിച്ച കുട്ടിയാണ്. പക്ഷേ അവൻ പറഞ്ഞു ഞാൻ അറിയാതെ ഏത് നിർബന്ധമായി ചെയ്ത് പിന്നീട് അത് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒറ്റ ഡോസിൽ കിട്ടിയില്ലെങ്കിൽ അവനെ ആക്രമിക്കുക, വയലിൻ്റെ പോവാണ്. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ ലഭ്യമാണ്. നമ്മളെ ഇങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ നമ്മുടെ പരിസരത്തൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ നമ്മള് വിജയനായിരിക്കണം. നമ്മൾ വിജയനായില്ലെങ്കിൽ നഷ്ടം.